നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഴ മുന്നറിയിപ്പ് നോക്കാം. ഇന്ന് പ്രത്യേകം ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല എങ്കിൽ പോലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. വരുന്ന മണിക്കൂറിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്ററും വേഗതയിൽ ശക്തമായി കാറ്റിന് സാധ്യതയുണ്ട്. മാത്രമല്ല, നാളെ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, വടക്കൻ തമിഴ്നാട് തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 10-ാം തീയതി തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ, തമിഴ്നാട്, കന്യാകുമാരി തീരം, ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. 11-ാം തീയതി കന്യാകുമാരി തീരം, അതിനോട് ചേർന്ന മാലിദ്വീപ് പ്രദേശം, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്ററിന് വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. ഡിസംബർ മാസമാണ്, മഞ്ഞുകാലമാണ് എങ്കിൽ പോലും ചിലയിടങ്ങളിലൊക്കെ മഴ പെയ്യുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും മഴ പെയ്യുന്നിടത്ത് വളരെ ജാഗ്രതയോടെ ആയിരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ അപകട മേഖലകളിൽ താമസിക്കുന്നവരൊക്കെ അധികൃതരുടെ നിർദ്ദേശാനുസരണം വേണ്ടുന്ന ക്രമീകരണങ്ങളൊക്കെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഡിസംബറിലൊക്കെ മഴ പെയ്യുന്ന സാഹചര്യം അത് നമുക്ക് വളരെ അപൂർവമായി സംഭവിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇപ്പോൾ തിരുവനന്തപുരത്തെ പലയിടങ്ങളിലും മഴ സാന്നിധ്യമാണ് ഉള്ളത്. അത്തരത്തിലുള്ള അന്തരീക്ഷമാണ് ഉള്ളത്. എന്നാലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുള്ള സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. മറ്റ് ജില്ലകളിലുള്ളവരുമൊക്കെ, പ്രത്യേകിച്ച് ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല എങ്കിൽ പോലും മഴയ്ക്ക് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എവിടെ വേണോ മഴ പെയ്യാം എന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ജാഗ്രതയോടെ ആയിരിക്കുക. മാത്രമല്ല, മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതും പാലിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.